നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈയൊരു കാലഘട്ടത്തിൽ, ഭാവിയെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു ഉറപ്പില്ലായ്മ തോന്നാറില്ലേ? സാമ്പത്തികമായി എങ്ങനെ പിടിച്ചു നിൽക്കും? ഇതൊരുപക്ഷെ നമ്മളെല്ലാവരും സ്വയം ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. ശരി, അപ്പോൾ ഈ ഒരു വിശകലനത്തിലൂടെ നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെള്ളിപ്പാദസരമുണ്ടാക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ ഈയൊരു ചോദ്യമുണ്ടല്ലോ, അതൊരുപക്ഷെ നമ്മുടെല്ലാം ഉള്ളിലുള്ള ഒരു ആശങ്കയുടെ പ്രതിഫലനം തന്നെയാണ്. സത്യത്തിൽ നമ്മൾ നേരിടുന്ന ഈ സാമ്പത്തിക വെല്ലുവിളികളൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം കഥയുമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ ഒരുപോലെ ബാധിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിന്റെ തന്നെ ഒരു നേർക്കാഴ്ചയാണ്. നമ്മുടെയെല്ലാം സാമ്പത്തിക ഭദ്രതയെ പതിയെ പതിയെ ഇല്ലാതാക്കുന്ന, അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം, അല്ലേ? ഈ കാണുന്ന നമ്പർ 29.1%. എന്താണതെന്നറിയാമോ? നമ്മുടെ രാജ്യത്ത് ബിരുദം കഴിഞ്ഞിറങ്ങുന്ന ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മയുടെ കണക്കാണത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഡിഗ്രി കയ്യിൽ കിട്ടിയിട്ടും ഒരു ജോലിയില്ലാത്ത അവസ്ഥ. അതിന്റെ ആഴം എത്ര വലുതായിരിക്കും? പണ്ടൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സുരക്ഷിതമായ ഭാവിയുടെ താക്കോലായിരുന്നു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ഉയർന്ന തൊഴിലില്ലായ്മയും ഈ കടുത്ത മത്സരവുമൊക്കെ കാരണം അതൊരു വിരോധാഭാസമായി മാറിക്കഴിഞ്ഞു. പഠിച്ചിറങ്ങുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ മനസ്സിൽ ഇതൊരു വലിയ ഭാരമായി, ഒരു നിശബ്ദ സമ്മർദ്ദമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സമ്മർദ്ദം, അത് വരുന്നത് ടെക്നോളജിയുടെ രൂപത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, വലിയ കമ്പനികളുടെ തലപ്പത്തുള്ളവരെയല്ല ആദ്യം ബാധിക്കുന്നത്. മറിച്ച് ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ കരിയറിൽ കിട്ടുന്ന ആ ആദ്യത്തെ ജോലിയെയാണ്. ഡേറ്റ എൻട്രി, കസ്റ്റമർ സപ്പോർട്ട്, അങ്ങനെ തുടക്കക്കാർക്ക് കിട്ടേണ്ട ഒരുപാട് അവസരങ്ങൾ AI ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു പുതിയ തരം പ്രതിസന്ധിയാണ്. കോളേജിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രം ഇന്ന് ജോലിക്ക് മതിയാവുന്നില്ല. AI ടൂൾസ് പോലെയുള്ള പുതിയ കഴിവുകൾ നേടാൻ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പണം മുടക്കേണ്ടി വരുന്നു. എന്നുവെച്ചാൽ ഒരേ കരിയറിനു വേണ്ടി 2 തവണ പഠിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈയൊരു സംഖ്യ, ഇത് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക അസമത്വത്തിന്റെ ഒരു നേർചിത്രമാണ്. ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന്റെ 40% കൈയാളുന്നത് ആരാണെന്നറിയാമോ? ജനസംഖ്യയിലെ വെറും 1% വരുന്ന അതിസമ്പന്നരാണ്. സാമ്പത്തിക വിദഗ്ധർ ഇതിനെ K-ഷേപ്ഡ് റിക്കവറി എന്നാണ് പറയുന്നത്. അതായത് സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗം മുകളിലേക്കും സാധാരണക്കാർ ഉൾപ്പെടുന്ന വലിയൊരു ഭാഗം താഴേക്കും പോകുന്നൊരവസ്ഥ. ഇവിടെ പറയുന്നത് പോലെ മാസം 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിട്ടും ഒരു പാവപ്പെട്ടവനായി തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക 513-ലെത്തിയപ്പോഴുണ്ടായ ഒരു കണക്കാണിത്. പരിസ്ഥിതി നശീകരണം എന്നത് വെറും പത്രവാർത്തയല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസകോശങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും സൗജന്യമായി കിട്ടിയിരുന്ന ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും ഇന്ന് നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നു. എയർ പ്യൂരിഫയറുകളും വാട്ടർ ഫിൽട്ടറുകളുമൊക്കെ ഇന്ന് എല്ലാ വീടുകളുടെയും ബഡ്ജറ്റിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പണം കൊടുത്തു വാങ്ങേണ്ട ഉൽപ്പന്നങ്ങളായി മാറുകയാണ്, അല്ലേ? ഇനി 5ാമത്തെ സമ്മർദ്ദം. ഇത് ഒരുപക്ഷെ അത്ര പെട്ടെന്ന് പുറത്തു കാണാത്ത, എന്നാൽ ഏറ്റവും അപകടകാരിയായ ഒന്നാണ്. അത് നമ്മുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചാണ്. കഠിനമായ ജോലി സാഹചര്യങ്ങളും സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങളും യഥാർത്ഥ സൗഹൃദങ്ങളുടെ കുറവുമൊക്കെ കാരണം നമ്മുടെ യുവതലമുറ മാനസികമായി വല്ലാതെ തളരുകയാണ്. ഈ ബേൺഔട്ട് എന്ന അവസ്ഥ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെയും ഭാവിയെയും തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒന്നാണ്. പക്ഷേ ഈ 5 സമ്മർദ്ദങ്ങളും നമ്മുടെ നിരാശപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതല്ല. കാരണം ഓരോ വെല്ലുവിളിയിലും പുതിയ അവസരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആളുകൾ തങ്ങളുടെ ആരോഗ്യത്തിനും സാമ്പത്തിക ഭാവിക്കും കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ വെൽനെസ് എന്നൊരു പുതിയ മേഖലയുടെ ഉദയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുൻപ് കണ്ട ആ തളർച്ചയ്ക്ക് വിപരീതമായി ചില മേഖലകൾ അതിവേഗം വളരുന്നുണ്ട്. ആളുകളുടെ ആരോഗ്യത്തിലും ക്ഷേമത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് പോലുള്ള മേഖലകൾ അതിലൊന്നാണ്. ഈ ഗ്രാഫ് കാണിക്കുന്നത് അത്തരമൊരു വ്യവസായത്തിന്റെ വളർച്ചയാണ്. ഇത് നമുക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു, അല്ലേ? അപ്പോ സാധാരണക്കാരായ നമുക്ക് ഈ വളരുന്ന മേഖലയെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? വരുമാനം കണ്ടെത്താനും അതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനും പറ്റുന്ന ഒരു നല്ല വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഈ മേഖലയിലെ ചില പ്രധാന കമ്പനികളെ നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ അവയുടെ സമീപനങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന് 4ലൈഫ് പോലുള്ള ചില കമ്പനികൾ പ്രതിരോധശാസ്ത്രം പോലെ വളരെ ശക്തമായ ഒരു ശാസ്ത്രീയ അടിത്തറയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകും. അതുപോലെ ഒരു പുതിയ സംരംഭകന് വിപണിയിൽ വേറിട്ട് നിൽക്കാനും ഇത് സഹായിക്കും.
ഇത്തരം കമ്പനികളുടെ പിന്നിലെ ശാസ്ത്രം പലപ്പോഴും വളരെ ലളിതമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഉദാഹരണത്തിന് ട്രാൻസ്ഫർ ഫാക്ടർ എന്നൊരാശയം നോക്കാം. ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ 3 കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നു. 1 ഭീഷണികളെ തിരിച്ചറിയുക, 2 കൃത്യമായി പ്രതികരിക്കുക, 3 ഭാവിയിലേക്കായി അവയെ ഓർമ്മിച്ചു വയ്ക്കുക. വളരെ ലളിതമാണ്, അല്ലേ? അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ഇതിൽ നിന്ന് എന്ത് നേടാനാകും? വെറും വരുമാനം മാത്രമല്ലല്ലോ പ്രധാനം. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന വളർച്ചയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഈ സ്ലൈഡ് കാണിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു മാറ്റമാണ്. ഭാവിയെക്കുറിച്ചുള്ളൊരു തരം ആശങ്കയിൽ നിന്ന് സ്വന്തം ഭാവി നിർമ്മിക്കുന്നു എന്ന ആത്മവിശ്വാസത്തിലേക്കുള്ള ഒരു മാറ്റം. ഒറ്റ വരുമാന സ്രോതസ്സിന്റെ ആ ഒരു അനിശ്ചിതത്വത്തിൽ നിന്ന് സ്വന്തം പ്രയത്നത്തിനനുസരിച്ച് ഒന്നിലധികം വരുമാന മാർഗങ്ങളിലേക്കുള്ള ഒരു യാത്രയാണിത്. ഇതിന്റെ ഒരു സാമ്പത്തിക ഘടന എപ്പോഴും പല തലങ്ങളുള്ള ഒന്നായിരിക്കും. ഈ ചാർട്ടിൽ കാണുന്നതുപോലെ ഇത് വെറുമൊരു വരുമാന മാർഗം മാത്രമല്ല. റീറ്റെയിൽ കമ്മീഷനുകൾ, നമ്മുടെ ടീമിന്റെ പ്രകടനത്തിൽ നിന്നുള്ള വരുമാനം, റെസിഡ്യൂൽ ഇൻകം, പിന്നെ മറ്റു ബോണസുകൾ, അങ്ങനെ പല വഴികളിലൂടെ വരുമാനം നേടാനുള്ള അവസരങ്ങളാണ് ഇതിലുള്ളത്. ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊരു പുതിയ ദിശാബോധം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര എങ്ങനെ തുടങ്ങാം എന്ന് നമുക്ക് നോക്കാം. സാധാരണയായി ഇത്തരമൊരു പാത തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ യാത്ര തുടങ്ങുന്നത് ഈ 4 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യം ശരിയായ പരിശീലനം നേടുക, പിന്നെ ശരിയായ ഒരു പ്ലാറ്റ്ഫോമിൽ ചേരുക, അതിനുശേഷം ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ ഒരു വ്യക്തിത്വം കെട്ടിപ്പടുക്കുക, അതോടൊപ്പം മറ്റുള്ളവരെയും വളരാൻ സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ഗൗരവമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇതൊരു പുതിയ തുടക്കമായേക്കാം. ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓർക്കുക, ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ഒരൊറ്റ ചുവടുവയ്പിൽ നിന്നാണ്.